നിങ്ങൾ നോക്കൂ, റമദാൻ മാസം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മദ്രസ തുറക്കാൻ പോവുകയാണ്. യാതൊരു ആരവം ഇല്ല. അതേ സമയത്ത് ജൂൺ മാസമാകുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ ബാഗ് വാങ്ങണം, യൂണിഫോം വാങ്ങണം, ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം, ഗൈഡ് വാങ്ങണം, ലേബറിന്റെ ബുക്ക് ചെയ്യണം. എല്ലാം വലിയ തത്രപ്പാടിലും തിരക്കിലുമാണ്. മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിൽ മാതാപിതാക്കൾ വലിയ നെട്ടോട്ടത്തിലാണ്. അതേ സമയത്ത് ശവ്വാൽ മാസമാകുമ്പോ സ്വർഗത്തിലേക്ക് പോകാനുള്ള റമദാൻ കഴിഞ്ഞുള്ള മദ്രസ തുറക്കുന്ന മാസമാണ്. വാപ്പായുടെ തലയിൽ ആ ഒരു അജണ്ട വരുന്നില്ല. നാടിൽ അത്തരം ചില വിചാരങ്ങൾ വരുന്നില്ല. മാതാപിതാക്കളുടെ ചിന്തയിലേക്ക് മദ്രസയുടെ പ്രാധാന്യം വരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ മകനിനി 5ാം ക്ലാസ് മദ്രസയിലാണ്. അവന് മദ്രസയിലെ യൂണിഫോം വേണം, അവന് മദ്രസയിലെ ടെക്സ്റ്റ് ബുക്ക് വേണം, അവന് മദ്രസയിൽ പോകാൻ ഇന്ന കാര്യങ്ങൾ വേണം. അത്തരം ആലോചനകളൊന്നും നമ്മുടെ മാതാപിതാക്കളെ സ്വാധീനിക്കുന്നുണ്ടോ? അവർക്ക് പള്ളിക്കൂടമെന്നല്ലാതെ പള്ളിപ്പുരയെന്ന് പഴയ ഭാഷയിൽ പറയുന്ന മദ്രസയിലേക്ക് മക്കൾ പോകുന്നതിനെ കുറിച്ചുള്ള ആലോചന എവിടെ? അതല്ലേ നമ്മൾ ഇന്ന് അന്യം വെച്ചു പോയത്. യഥാർത്ഥത്തിൽ മദ്രസയിലേക്ക് പോകുന്ന ആരുടെ മൂല്യം എന്താണ്? من سلك في طريق يلتمس فيه علما سلك في طريق الجنة. ഒരാൾ ഇൽമ പഠിക്കാനുള്ള വഴിയിൽ കടന്നാൽ അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. ഒരു കുട്ടി മദ്രസയിലേക്ക് പോകുന്ന വഴിയിൽ മരണപ്പെട്ടാൽ ബൈനഹു വ ബൈനൻ നബീന ദറജ, അവന്റെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഒരു പദവിയുടെ വ്യത്യാസമേ ഉള്ളൂ. ചില ആളുകളൊക്കെ വിചാരിക്കും ഈ മുസ്ലിയാക്കന്മാര് തലയെക്കെട്ടും കെട്ടി വെള്ളക്കുപ്പായിട്ട് എങ്ങനെയോ കാലത്തിന്റെ ഗതികേട് കൊണ്ടങ്ങ് ആയിപ്പോയതാണെന്ന്. അല്ല മോനെ, ദുനിയാവിലെ ഏറ്റവും വലിയ സെലക്ഷൻ ഏതാണ്? അള്ളാഹുവിന്റെ ഇൽമിന്റെ വഴി തിരഞ്ഞെടുക്കലാണ്. അത് കേവലം വെറുതെ ഞാനങ്ങ് പറയുകയല്ല. കേരളത്തിന്റെ തെക്കറ്റം മുതൽ വടക്കറ്റം വരെ ഒന്ന് സന്ദർശിച്ചു നോക്ക്. ഒരു മുഖ്യമന്ത്രിയുടെയും ഖബർ എവിടെയെന്ന് ആളുകൾ ചോദിക്കുന്നില്ല. ഒരു മുതലാളിയുടെയും ഖബർ എവിടെയെന്ന് ആളുകൾ അന്വേഷിക്കുന്നില്ല. ഒരു നാടുവാഴിയുടെയും ഖബർ എവിടെയെന്ന് ആളുകൾക്ക് അറിയേണ്ടതില്ല. കാരണം എന്തേ? അവരെല്ലാം മരിക്കുന്നതോടെ അവരുടെ പദവി തീർന്നുപോയി. ഒരു മുഖ്യമന്ത്രിയുടെയും ഖബർ തേടി ജനങ്ങൾ പോകുന്നില്ല. കാരണം അവരെ ഞങ്ങൾക്ക് വേണ്ട. അതേ സമയത്തോ നോക്കൂ മോനെ, സയ്യിദ് അലവി മമ്പുറം തങ്ങൾ എത്ര കാലമായി മമ്പുറത്ത് വിശ്രമിക്കുന്നുണ്ട്. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ അവിടെ ചെല്ലുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ എത്ര മന്ത്രിമാര് കഴിഞ്ഞുപോയി, എത്ര രാഷ്ട്രീയ കോലടക്കം സൃഷ്ടിച്ചവര് മലബാറിൽ കഴിഞ്ഞുപോയി. അവരുടെ ആരുടെയും ചാരത്തേക്ക് ചെല്ലാൻ രാഷ്ട്രീയക്കാരെ പോലും കിട്ടാനില്ല.